ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കറന്റ് ഫീലിങ്സ് ആൻഡ് തോട്ട്സ് ആണ്. നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓർക്കുക, ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളത് എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അതിനു മുൻപായി നിങ്ങളുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ആദ്യം നമുക്ക് അവരുടെ കറണ്ട് സിറ്റുവേഷൻ ഒന്ന് എടുക്കാം. കറണ്ട് ഫീലിങ്സ്. സെവൻ ഓഫ് കപ്സ് ആണ് വന്നേക്കുന്നത്. King of Cups, Seven of Wands, Three of Pentacles, Ace of Pentacles, Tower. 6 കാർഡ്സ് എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളോടുള്ള ഫീലിങ്സ് ഒന്ന് നോക്കാവേ. ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് സോഡിന്റെ എനർജിയാണ്. ഹൈ പ്രീസ്റ്റസ്, സെവൻ ഓഫ് സോഡ്സ്, Four of Cups, Emperor, Hermit, രണ്ട് കാർഡ്സ് വന്നിട്ടുണ്ട്. 3 ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്. 6 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഒരു കാർഡ് ഇവിടെ അധികം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അവരുടെ കറണ്ട് ഫീലിങ്സ്, കറണ്ട് സാഹചര്യമാണ് നമ്മളിവിടെ നോക്കിയത്. അത് കഴിഞ്ഞ് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ കറണ്ട് എനർജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഒരു ടവർ മൊമെൻ്റ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഒന്നുമില്ല, അവരുടെ ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും, അല്ലെങ്കിൽ അവരെങ്ങനെയെങ്കിലും സാമ്പത്തികപരമായിട്ട് ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുൻപേ ഉള്ള ഏതെങ്കിലും റിലേഷൻഷിപ്പിൽ ചീറ്റിംഗ് ഉണ്ടായിട്ടുണ്ടാവാം. അങ്ങനെ ഇവരെ ഇട്ടിട്ട് പോയി കാണും. അവരാരെങ്കിലും സിൻസിയറായിട്ട് ലവ് ചെയ്തിട്ടുണ്ടാവണം, അവർ ഇവരെ ചീറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ടാവണം. അതുമല്ല എങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് സഹിക്കാൻ പറ്റാത്തതായ പെട്ടെന്ന് ചില സംഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം. അത് കാരണം അവർ ഇപ്പോഴും ചില കാര്യങ്ങളിലൊക്കെ വിഷമത്തിലാണെന്ന് കാണുന്നുണ്ട്. കാരണം ഇവിടെ കണ്ടില്ലേ, സെവൻ ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. അവരിവിടെ നന്നായിട്ട് പ്രാർത്ഥിക്കുകയാണ്, ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി എനിക്കൊരു പ്രശ്നവും ഇങ്ങോട്ട് വരരുത്, കാരണം എനിക്കിവിടെ വേണ്ടുവോളം പ്രശ്നങ്ങൾ ഉണ്ടായി. അവർ കണ്ടില്ലേ, ഇവിടെ വേണ്ടുവോളം പ്രശ്നങ്ങൾ ഉണ്ടായി. അപ്രതീക്ഷിതമായിട്ട്, അവിചാരിതമായിട്ട്, അവർ വിചാരിച്ചിരിക്കാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. ഇനി എനിക്ക് ഇത്തരം ഒരു പ്രശ്നം വേണ്ട, ദൈവമേ എനിക്ക് ഇനി ഒന്നും തരല്ലേ എന്നുള്ള ആ ഒരു ചിന്തയിൽ ഇരിക്കുന്ന പോലെയാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെയോ പല വിധത്തിലും പല പ്രശ്നങ്ങൾ വീണ്ടും വന്നിട്ടുണ്ട്, വീണ്ടും പല സാഹചര്യങ്ങൾ, വീണ്ടും പല പ്രപ്പോസലുകൾ. ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് എല്ലാവർക്കും ബാധകമാണ്. മാരീഡ് ആയിട്ടുള്ളവർക്ക്, എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിന്, കപ്പിൾസിന്, ലവേഴ്സിന്, ഫ്രണ്ട്ഷിപ്പ്, ഏത് വിധത്തിലുമുള്ള ഫ്രണ്ട്ഷിപ്പിനും ഇത് ബാധകമാണ്, റിലേഷൻഷിപ്പിന് ഇത് ബാധകമാണ്. നിങ്ങളുടെ സാഹചര്യവുമായിട്ട് മാച്ചാവുന്നുണ്ടോ എന്ന് മാത്രം നോക്കുക, അതാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ സെവൻ ഓഫ് കപ്സ്, അവർ ചിലപ്പോൾ മാര്യേജ് ഒക്കെ നോക്കുന്നവർക്കാണെങ്കിൽ ഒരുപാട് പ്രപ്പോസലുകൾ വരുന്നുണ്ടാവും. ഇനി അതുമല്ല മറ്റേതെങ്കിലും തരത്തിൽ ഇവർക്ക് ഓരോരുത്തരും ആരെങ്കിലുമൊക്കെ ഇവരോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടാകാം.
അവരിവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടിരിക്കുമ്പോൾ തന്നെയും അവരിലേക്ക് വീണ്ടും ആരെങ്കിലുമൊക്കെ അടുത്തു കൂടുന്നുണ്ട് സ്നേഹം പറഞ്ഞ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കാരണം അവസരങ്ങളാണ്, ഓപ്പർച്യൂണിറ്റീസ് വരുന്നു എന്നുള്ളതാണ്. ഇവിടെ 3 ഓഫ് പെന്റക്കിൾസ് ഇപ്പോഴും അവരുടെ ജീവിതത്തിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അതിവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നു. തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതിവിടെ അവർ ഒരു തേർഡ് പാർട്ടി ഇവരെ ചീറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ തേർഡ് പാർട്ടി ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇനി ഇപ്പോൾ അഥവാ ഇനിയും തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ അത് വേറെ ഏതെങ്കിലും വിധത്തിൽ ഉണ്ടാവാം. ഇനി ചിലർക്ക് അത് ഉണ്ടാവാം, ചില സാഹചര്യത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള തേർഡ് പാർട്ടി ഉണ്ടാവാം അവരുടെ ജീവിതത്തിൽ. അതാണ് പറയുന്നത്. ഇനി ഒരു വ്യക്തി തന്നെ ആവണമെന്നില്ല. ഇവിടെ കണ്ടില്ലേ, തേർഡ് പാർട്ടി നിമിത്തമുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അവരൊരുപാട് സഹിച്ചിട്ടുണ്ട്, സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ. മനസ്സിലായോ? മുന്നോട്ട് വരാൻ. ഇവിടെ കണ്ടില്ലേ, കിങ് ഓഫ് കപ്സ്. ഇപ്പൊ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു കണക്ഷൻ തുടങ്ങിയതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ചുറ്റിനും പല കാര്യങ്ങളുണ്ട്, എന്നാലും അവർ ഒഴിഞ്ഞ ഒരു കോണിൽ മാറിയിരുന്ന് അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നല്ലതുപോലെ ആലോചിച്ച് തീരുമാനമെടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ആ വ്യക്തി ഇതുപോലെ നിങ്ങളുടേതായ കാര്യത്തിൽ ആലോചിച്ച് തീരുമാനമെടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തി, ഹൈ എനർജിയിലിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. മനസ്സിലായി? നിങ്ങളോട് അളവറ്റ സ്നേഹമുണ്ട്. അങ്ങനെ തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ആ സ്നേഹത്തെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്, അവർ ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്നുമുണ്ട്. മനസ്സിലായോ? ആ ഒരു സ്നേഹത്തെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നിരന്തരം നിങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളോട് എന്താ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം, അതുമല്ലെങ്കിൽ അത് ഉള്ളിലൊതുക്കിക്കൊണ്ട് കഴിയുന്ന എനർജിയുമാവാം. ഇനി ഇവിടെ ഏസ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. നിങ്ങളിലേക്ക് വരും, ഒരു കമ്മിറ്റ്മെന്റ് തരണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് ഒരു കമ്മിറ്റ്മെന്റ് തരണം, നിങ്ങളുമായിട്ട് വീണ്ടും അത് ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് അവസ്ഥയാവാൻ ടവർ മൊമെന്റ് വന്നത് കണ്ടില്ലേ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലാണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും ഒരു കമ്മിറ്റ്മെന്റിലൂടെ മുന്നോട്ട് പോകണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഒരു സ്ട്രോങ് ആയിട്ടൊരു കമ്മിറ്റ്മെന്റിലൂടെ, സ്ട്രോങ് ആയിട്ടൊരു ബോണ്ടിങ്ങിലൂടെ പോകണമെന്ന് അവരിവിടെ ആഗ്രഹിക്കുന്നതാണ് ഇവിടെ കാണുന്നത്. ഒരു ബോട്ടം വന്നിരിക്കുന്നത് കണ്ടില്ലേ, ക്യൂൻ ഓഫ് പെന്റക്കിൾസ്, ക്യൂൻ ഓഫ് സോഡിന്റെ എനർജിയാണ്. ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്നുണ്ട്. ഒന്ന് ഫ്രീഡം വേണം, കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ചുറ്റിനുമുണ്ട്. അവിടെ നിന്ന് ഒന്ന് ഫ്രീഡം വേണം. ചുറ്റിനും പല പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ എന്താ വിചാരിക്കുന്നത്, ഇതിൽ നിന്നെല്ലാം ഒന്ന് മാറണം, ഇതിൽ നിന്നും എല്ലാം ഒന്ന് പിന്മാറണം, ഇതിൽ നിന്നൊന്ന് അകന്നു മാറി ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കണം എന്ന് ചിന്തിക്കത്തില്ലേ എന്ന് പറയുന്നത് പോലെയുള്ള എനർജിയാണ്. അതുപോലെ തന്നെ 2 ഓഫ് സോഡിന്റെ എനർജി ഇവിടെ വന്നിട്ടുണ്ട് ബാക്കിൽ. അപ്പോൾ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചിലപ്പോഴെങ്കിലും കൺഫ്യൂസ്ഡ് ആണ് മൈൻഡ്. അതാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോഴെങ്കിലും അവരുടെ മൈൻഡ് കൺഫ്യൂസ്ഡ് ആണ് എന്ന് കാണുന്നുണ്ട്. ഇവിടെയോ, ഇവിടെ കണ്ട അവരിന് നിങ്ങളോടുള്ള മനോഭാവം, നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ്? 6 ഓഫ് കപ്സിന്റെ എനർജിയാണ്. സിൻസിയർ ലവ് ആണ് നിങ്ങളോട്. തീർച്ചയായിട്ടും ഇത് ഇവിടെ ഒരു നിഷ്കളങ്കമായ പ്രണയമാണ് നിങ്ങളോടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങളോട് ഈ ഒരു മനോഭാവം തന്നെയാണ് അവർക്കുള്ളത് എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ തേർഡ് പാർട്ടി ഉണ്ട്, കണ്ടില്ലേ? തേർഡ് പാർട്ടി ഉണ്ട്, പക്ഷേ നിങ്ങളോടുള്ള സ്നേഹം ഇതാണ്. തേർഡ് പാർട്ടി ഉണ്ട്. ഇപ്പോഴും ചിലപ്പോൾ തേർഡ് പാർട്ടിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, മറ്റു പല കാര്യങ്ങളുണ്ടാവും. അത് നിങ്ങളോട് പറയുന്നില്ല, കാരണം അത് നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്നേഹം നഷ്ടപ്പെട്ടു പോകും. കണ്ടില്ലേ? ഇവിടെ എന്താണ്, ഒരു ചീറ്റിങ്ങിന്റെ കാർഡാണ് ഇവിടെ 7 ഓഫ് സോഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 5 ഓഫ് സോഡ് എന്ന് പറയുന്നത്. ഒരു ചീറ്റിംഗ് ഉണ്ട്, കാരണം അതൊന്ന് മാറുന്ന, അല്ലെങ്കിൽ ഒരു ഈഗോ ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നിങ്ങളിൽ നിന്നും മറച്ചു വെച്ചിട്ടുണ്ടാവാം. അത് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈഗോ ഉണ്ട്, ഈഗോ ഉള്ള വ്യക്തിയാണ്. കണ്ടില്ലേ? ഈഗോ ഉള്ള വ്യക്തിയാണ് ഇത് എംപറർ എന്ന് പറയുന്നത്. കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉടനെ ഓടി വന്ന് നിങ്ങളോട് പറയാൻ മടിക്കും. പിന്നെ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുക. അതല്ല എങ്കിൽ ഇനിയും പിണങ്ങി മാറിയിട്ട് നിങ്ങൾ ആദ്യം അവരോട് മിണ്ടിക്കൊണ്ട് വരട്ടെ എന്ന് വിചാരിക്കാം. അങ്ങനെയൊക്കെ ഒരു അല്പം ഈഗോ ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ വ്യക്തി എന്നാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അവർ എല്ലാ കാര്യങ്ങളും ഓടി വന്ന് നിങ്ങളോട് പറയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നുക ഇവരെന്തെങ്കിലുമൊക്കെ മറച്ചു വെക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ മറച്ചു വെക്കുന്ന എനർജി ഉണ്ട്, ഹൈഡ് ചെയ്യുന്ന എനർജി ഇവിടെ ഉണ്ട്.
കാരണം എല്ലാ കാര്യങ്ങളും കൂടെ നിങ്ങളോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള, അവർക്ക് ചിലപ്പോൾ ജീവിതത്തിൽ ചീറ്റിംഗ് വന്നിട്ടുണ്ടാവാം. നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും വ്യക്തികൾ അവരെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം. സാമ്പത്തികമായിട്ടും സ്നേഹത്തിന്റെ പേരിലായാലും ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം, ഉണ്ടായിട്ടുണ്ട്. അതാണ് നമുക്കിവിടെ ടവർ മൊമെന്റ് വന്നിട്ടുള്ളത്. അത് നിങ്ങളോട് പറയാൻ ഇപ്പോൾ അവരാഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങളോട് അത് പറഞ്ഞ് വെറുതെ നിങ്ങളെ എരി കയറ്റി കഴിഞ്ഞാൽ നിങ്ങളും അവർക്ക് കൊടുക്കാനുള്ള സ്നേഹം കൊടുക്കാതിരിക്കും, നിങ്ങളും അവരിൽ നിന്നും അകന്നു പോകും. ആ ഒരു ചിന്തയിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ കടന്നു പോകുന്നത് തന്നെ. മനസ്സിലായോ? അതുകൊണ്ടാണ് അവർ ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയാതിരിക്കുന്നത്. ഇപ്പോഴും ചിലപ്പോൾ തേർഡ് പാർട്ടിയുടേതായ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ, ചീറ്റിംഗ് വന്നിട്ടുണ്ട്, അവരുടെ ലൈഫിൽ ചീറ്റിംഗ് എന്തായാലും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. പക്ഷെ എന്നിരുന്നാൽ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ശരി, എന്താണ് 4 ഓഫ് കപ്സിന്റെ എനർജി കണ്ടില്ലേ, ഇത്രമാത്രം കാര്യങ്ങളൊക്കെ അവരുടെ മുൻപിലുണ്ട്. പക്ഷെ എന്നിരുന്നാലും മറ്റൊരാൾ നീട്ടിവെക്കുന്നതും വേണ്ട, മറ്റൊരാൾ കൊടുക്കുന്ന സ്നേഹവും പരിഗണനയും അവർക്ക് വേണ്ട. പിന്നെ അവരെന്താണ് ഇവിടെ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്നേഹം. അതാണ് അവരിവിടെ ആഗ്രഹിക്കുന്നത്. പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് കണ്ടില്ല, അവർക്ക് തേർഡ് പാർട്ടി ഉണ്ട്, അവർ നിങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കുന്നുണ്ട്, നിങ്ങളോട് ചിലപ്പോൾ കള്ളം പറയുന്നുണ്ടാവാം, കുറച്ച് ഈഗോ നിങ്ങളോട് കാണിക്കുന്നുണ്ടാവാം. എല്ലാ കാര്യങ്ങളും നിങ്ങൾ അങ്ങോട്ട് സ്നേഹിക്കുന്നത് പോലെ തന്നെ അവരും അങ്ങോട്ട് പങ്കുവയ്ക്കുന്നില്ലായിരിക്കാം പ്രശ്നങ്ങളൊന്നും. അപ്പോഴൊക്കെ നിങ്ങൾ സംശയിക്കുന്നുണ്ടാവാം. പക്ഷെ ശരിയാണ്, കുറച്ചൊക്കെ കാര്യങ്ങളുണ്ട്. എന്നിരുന്നാൽ കൂടെയും അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം മറ്റൊരു വ്യക്തിക്കില്ല. നിങ്ങൾക്ക് പകരം നിങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ. എത്ര പേർ വന്നാലും എത്ര പേർ മുന്നിലുണ്ടെങ്കിലും എവിടെ നിന്നെല്ലാം ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാലും ഇവിടെ നിരാശയാണ്. എന്തിന് നിരാശ? നിങ്ങളുടെ സ്നേഹത്തിന് പകരം വെക്കാനായിട്ട് വേറെ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ തന്നെയാണ് അവർക്ക് പാർട്ട്ണറായിട്ട് വേണ്ടത്, നിങ്ങളെ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്, നിങ്ങളെ തന്നെയാണ് അവർ സ്നേഹിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതിനായിട്ട് അവർ പ്രാർത്ഥിക്കുന്നു. ഹെർമിറ്റ് മോഡാണ് വന്നിരിക്കുന്നത്. ഹെർമിറ്റ് മോഡ് എന്ന് പറയുമ്പോൾ സാധാരണ ചിലപ്പോൾ സൈലന്റ് മോഡ് വരാം. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന എനർജിയാണ്. ആത്മീയപരമായ എനർജി കൂടുതലുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു വ്യക്തി. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു. ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു? നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ വേണ്ടി, നിങ്ങൾ ഒഴിഞ്ഞു പോകല്ലേ, നിങ്ങൾ അടുത്ത് വരണേ എന്ന് പ്രാർത്ഥിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി എല്ലായ്പ്പോഴും ചിന്തിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നു. കണ്ടില്ല, നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കുന്നു. നിങ്ങളോടുള്ള സിൻസിയർ ലവ് നിങ്ങളെ മാറോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു. ചിലപ്പോൾ നിങ്ങളെ നേരത്തെ അറിയാവുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒന്നിച്ച് പഠിച്ചിട്ടുള്ളവരായിരിക്കാം, അതുമല്ലെങ്കിൽ ഏതെങ്കിലും അകന്ന ബന്ധത്തിലുള്ളവരായിരിക്കാം. അങ്ങനെയൊക്കെയും നിങ്ങളോട് അടുത്തൊരു സ്നേഹം അവർക്കുണ്ടായിരുന്നു. അതൊരു വലിയ കളങ്കമില്ലാത്ത, ചീറ്റിംഗ് ഒന്നുമില്ലാത്ത ഒരു സ്നേഹമാണ്. പക്ഷെ ഇവിടെ അതെല്ലാം കഴിഞ്ഞു വരുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ കള്ളം പറയുന്ന സ്വഭാവം ഉണ്ടായിരിക്കാം. ചിലപ്പോൾ കുറെ കാലം കഴിയുമ്പോൾ, സ്നേഹത്തിലിരിക്കുമ്പോൾ 1-2 വർഷമൊക്കെ വളരെ വളരെ സ്മൂത്തായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയും. പക്ഷെ പതുക്കെ വേറെ ചില പ്രശ്നങ്ങൾ അടുത്തു കൂടുമ്പോൾ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് വരില്ല, അതിനുള്ള സൗകര്യം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളത് എന്നാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? എന്നാലും നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സ്ഥാനത്ത് നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് അവർ കരുതുന്നു. അവർക്ക് അങ്ങനെ കൽപ്പിക്കാനാണ് ഇഷ്ടം. നിങ്ങളോട് മാത്രമാണ് സ്നേഹം. അതുപോലെ നിങ്ങളൊരു മഹാറാണിയെ പോലെ, കണ്ടില്ല, എംപ്രസിന്റെ എനർജിയാണ്, നിങ്ങളൊരു മഹാറാണിയെ പോലെ കരുതുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. ഇതിനപ്പുറം നിങ്ങളോടൊരു ബോണ്ടിങ്, അടുത്തതായിട്ട് ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. വീണ്ടും ഒരു കമ്മിറ്റ്മെന്റിലേക്ക് നിങ്ങളുമായിട്ട് വരണം എന്നാണ് അവരിപ്പോൾ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത്. ഇതാണ് നിങ്ങളോടുള്ള മനോഭാവം അവർക്ക്. ഇതാണ് മനസ്സിലായി. അവരുടെ കറണ്ട് എനർജി നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളോടുള്ള ഒരു മനോഭാവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് നിങ്ങളോടുള്ള മനോഭാവം. നൈറ്റ് ഓഫ് വാൺസിന്റെ എനർജി ഫിസിക്കലായിട്ട് അട്രാക്ഷനും കൂടുതലായിട്ടുണ്ട്. അങ്ങനെയുള്ള ചിന്തകളും ഫിസിക്കൽ തോട്ട്സും നിങ്ങളോടൊപ്പം ഉണ്ട് അവർക്ക് അധികമായിട്ട് തന്നെ. അതാണല്ലോ നിങ്ങൾക്ക് പകരം നിങ്ങൾ എന്ന് അവർ ചിന്തിക്കുന്നത്. അതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ എന്താണ്, ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങളുമായിട്ട് ഫീൽ ചെയ്യുന്നു. കണ്ടില്ലേ, ഇത് ലവേഴ്സാണ് വന്നിരിക്കുന്നത്. നിങ്ങളുമായിട്ടൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്. ഇത് ലവേഴ്സ് വന്നാലും 6 ഓഫ് കപ്സിന്റെ എനർജി വന്നു കഴിഞ്ഞാലും ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ തന്നെയാണ്. മനസ്സിലായോ? അപ്പോൾ അത്രമാത്രം നിങ്ങളാണ് സമൂഹത്തിൽ മികച്ചു നിൽക്കുന്ന, അവരെക്കാൾ മികച്ചു നിൽക്കുന്നത് നിങ്ങൾ തന്നെയാണ്. എല്ലാത്തിനും കൊള്ളിക്കാവുന്ന, അവരെക്കാളും കുറെ നല്ല കഴിവുകളുള്ള വ്യക്തി നിങ്ങളാണെന്ന് അവർ
ചിന്തിക്കുന്നു, നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നു. നിങ്ങളാണ് അവരെക്കാളും മികച്ചു നിൽക്കുന്നത്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ മികച്ചു നിൽക്കുന്നത്, അല്ലെങ്കിൽ കഴിവിൽ ഏതെല്ലാം കഴിവുകൾ അവരെക്കാളും നിങ്ങൾക്ക് കൂടുതലുണ്ട്, ഇതൊക്കെ അവർ ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളെ പറ്റിയുള്ള മനോഭാവം ഇതാണ്. നമുക്ക് റിലേഷൻഷിപ്പ് റീഡിംഗ് നോക്കാവേ. എങ്ങനെയായിരുന്നു നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്ന് നമുക്ക് നോക്കാം. കിങ് ഓഫ് കപ്സ്. നിങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളപ്പോഴും തന്നെ ഒരു ഹൈ എനർജിയിലായിരുന്നു. സ്നേഹത്തിന്റെ കാര്യങ്ങൾ, ഇമോഷൻസിൽ ഹൈ എനർജി ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. മനസ്സിലായി. ഒരു കിങ്ങിന്റെ പദവി തന്നെയായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടതുപോലെ ചിന്തിച്ച് ആലോചിച്ച് പ്രവർത്തിക്കുക, ആലോചിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണ്ട പരിഗണനയും സ്നേഹവും തന്നു പോയിക്കൊണ്ടിരുന്ന ഒരു ജീവിതമായിരുന്നു നിങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നത്, നിങ്ങൾക്കിടയിൽ നേരത്തെ ഉണ്ടായിരുന്നത്. അതാണ് ഇവിടെ കാണുന്നത്. എംപ്രസ് ആണ്. നിങ്ങളെ മഹാറാണിയെ പോലെ കണ്ടിരുന്നു, കണ്ടില്ലേ? ഇവിടെ അത് തന്നെയല്ലേ വന്നിട്ട്. അപ്പൊ എത്ര കറക്റ്റാണ്. നിങ്ങളെ മഹാറാണിയെ പോലെ കരുതുന്ന സ്നേഹം. കാരണം നിങ്ങളാണ് അവരുടെ എല്ലാം. നിങ്ങൾ വന്നപ്പോഴുള്ള ഐശ്വര്യം ഇപ്പോഴവർക്ക് ഉണ്ടായിരിക്കില്ല. നിങ്ങൾ ഒന്ന് പിണങ്ങിക്കഴിഞ്ഞപ്പോൾ ഇല്ലായിരിക്കാം. അതൊക്കെ അവർ ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ കുട്ടികളോടൊപ്പം നിങ്ങളുമായിട്ട് സ്നേഹവും സന്തോഷവുമായിട്ട് ഈ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നവർ ഇവിടെ ആഗ്രഹിച്ചിരുന്നു നേരത്തെ തന്നെ. നിങ്ങളുമായി റിലേഷൻഷിപ്പിൽ ഉള്ളപ്പോഴുള്ള ഈ സ്നേഹമാണിത്. മനസ്സിലായോ? കിങ് ഓഫ് സോഡ്സിന്റെ എനർജിയാണ്. വാക്ക് പറഞ്ഞാൽ പാലിക്കുന്നു. എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞതുപോലെ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. എന്താണ്? ജീവിതകാലം മുഴുവൻ ഈ സ്നേഹം നിലനിർത്തണം. എന്തൊക്കെ പറഞ്ഞാലും, എന്തൊക്കെ ഇനി പ്രശ്നങ്ങൾ ഉണ്ടായാലും നമ്മൾ ഇവിടെ നിന്ന് വേർപിരിയില്ല. അതുപോലെ ഉറച്ച തീരുമാനം, ബുദ്ധിപൂർവ്വം ഒരു തീരുമാനം എടുത്തിട്ട് തന്നെയാണ് നിങ്ങൾ ഒന്നിച്ചൊരു റിലേഷൻഷിപ്പിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. അവിടെയാണ് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടായത്, അവിടെയാണ് പിന്നീട് അകൽച്ച ഉണ്ടായത് എന്നാണ് ഇവിടെ കാണുന്നത്. നയൻ ഓഫ് കപ്സ്. നയൻ ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളോടുള്ള സ്നേഹം അവർക്ക് എല്ലാ വിധത്തിലും സന്തോഷത്തെ നൽകിയിരുന്നതാണ്. മനസ്സിലായി? എല്ലാ വിധത്തിലും സന്തോഷത്തോടു കൂടി തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അല്ലെങ്കിൽ നിങ്ങളോടുള്ള ജീവിതം അങ്ങനെ തന്നെയായിരുന്നു. നിങ്ങളോടൊപ്പമുള്ള ദിവസങ്ങൾ ഇങ്ങനെ തന്നെയായിരുന്നു. സ്നേഹത്തിൻ്റെതായ സഫലതയിൽ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. നിറഞ്ഞ സ്നേഹത്തോടു കൂടി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ഒരു കാർഡ് എടുക്കാം. ഫോർ ഓഫ് പെൻറ്റക്കിൾസിന്റെ എനർജി സോളിഡ് ആൻഡ് സെൽഫ് സഫിഷ്യന്റ് ലവ്. ഫോർ ഓഫ് പെൻറ്റക്കിൾസിന്റെ എനർജി വിട്ടുകൊടുക്കാത്ത സ്നേഹം. ആർക്കും വിട്ടുകൊടുക്കില്ല എന്നുള്ള തീരുമാനത്തിലായിരുന്നു നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. കണ്ടല്ലേ? പൊസസീവ്നെസ് ഉണ്ടായിരുന്നു, ഹോൾഡ് ചെയ്തിരുന്നു. അവരുടെ മാറോട് ചേർത്ത് നിങ്ങളെ ഹോൾഡ് ചെയ്തിരുന്നു. എല്ലായ്പ്പോഴും അവർ പറയുമായിരുന്നു മറ്റൊരാൾ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നത് ഇഷ്ടമല്ല, അല്ലെങ്കിൽ മറ്റൊരാളിനോട് നിങ്ങൾ സംസാരിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല. കാരണം എൻ്റേതാണെന്നുള്ള ആ ഒരു ബോധം എല്ലായ്പ്പോഴും അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. അത് നിമിത്തം നിങ്ങൾ ചിലപ്പോൾ ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം നിങ്ങൾക്കിടയിൽ. മനസ്സിലായി? ഇവിടെ എന്താണ്? മുന്നോട്ട് പോകുമ്പോൾ വിട്ടുകൊടുക്കില്ല, ആർക്കും വിട്ടുകൊടുക്കില്ല, ഇത് എൻ്റേതാണ്. അങ്ങനെയുള്ള ഒരു ചിന്തയിലൂടെ തന്നെയാണ് നിങ്ങൾ തമ്മിലുള്ള സ്നേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനിടയിലായിരിക്കാം പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് കാണുന്നുണ്ട്. സോളിഡ് ആൻഡ് സെൽഫ് സഫിഷ്യന്റ് ലവ് ആണ്. കണ്ടില്ലേ? ഈ ഒരു സ്നേഹത്തെ ആർക്കും തകർക്കാൻ സാധിക്കില്ല. അതുപോലെയുള്ള ഒരു സ്നേഹമായിരുന്നു നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നത്. നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന സ്നേഹം എപ്രകാരമായിരുന്നു നിങ്ങൾ തമ്മിൽ ഇണങ്ങിക്കഴിഞ്ഞ സമയത്ത്, അതാണ് നമ്മളിവിടെ നോക്കിയത്. ഇനി നിങ്ങൾക്കുള്ള ഗൈഡൻസ് മെസ്സേജ് വന്നിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് അവരുടേതായ ഒരു മെസ്സേജാണിത്. ഈ മെസ്സേജ് ഫോർ യു എന്നാണ് പറയുന്നത്. നിങ്ങൾക്കായിട്ടുള്ള അവരുടെ ഒരു മെസ്സേജാണിത്. ഐ ആം തിങ്കിങ് ഓഫ് യു ദിസ് വെരി മൊമെന്റ്. യുവർ ലവ് ഫിൽസ് മീ വിത്ത് ലൈറ്റ്. ഐ ലവ് യു. എത്ര കറക്റ്റാണ് അല്ലേ? നമുക്കിവിടെ വന്നിരിക്കുന്ന കാർഡ്സിനനുസരിച്ച് തന്നെയുള്ള ഒരു മെസ്സേജാണ് അവരിവിടെ തന്നിരിക്കുന്നത്. നമ്മളിവിടെ ഷഫിൾ ചെയ്തെടുത്തതാണ്. ലവ് ഓറക്കിൾസ് ഉള്ള കാർഡിലേക്ക് ആണിത്. അപ്പോൾ ഇവിടെ ഞാൻ എപ്പോഴും നിങ്ങളെ പറ്റി തന്നെയാണ് ചിന്തിക്കുന്നത്. ഓരോ നിമിഷവും നിങ്ങളെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നു. പിന്നെ യുവർ ലവ്, നിങ്ങളുടെ സ്നേഹം എൻ്റെ ഉള്ളിൽ പ്രകാശം പരത്തുന്നു. ഞാൻ നിങ്ങളെ അത്യധികം സ്നേഹിക്കുന്നു. ഐ ലവ് യു. അതാണ് ഇവിടെ നിങ്ങൾക്കായിട്ടുള്ള മെസ്സേജ്. കണ്ട?
അതാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് 5-6 ക്ലൂസ് കൂടി എടുക്കാവേ. തിരുവനന്തപുരം. ലെറ്റർ ഇ, ലെറ്റർ എഫ്. നവംബർ മന്ത്. കൊല്ലം. പത്തനംതിട്ട. ഏരീസ് മേടമാസം, അശ്വതി ഭരണി കാർത്തിക കാൽ. കാപ്രിക്കോൺ മകരമാസം, ഉത്തിരാടം മുക്കാൽ തിരുവോണം അവിട്ടം അര. നമ്പർ 6. ലെറ്റർ ആർ, ലെറ്റർ എസ്. ലെറ്റർ ടി, ലെറ്റർ യു. നമ്പർ 9. സെപ്റ്റംബർ മന്ത്. ഇടുക്കി. ജാനുവരി മന്ത്. ആലപ്പുഴ. വയനാട്. ജൂലൈ മന്ത്. ലെറ്റർ ജി, ലെറ്റർ എച്ച്. പാലക്കാട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വന്നിരിക്കുന്ന ക്ലൂസ്. അപ്പോൾ ക്ലൂസ് റെസണേറ്റ് ആയാലും റീഡിങ് റെസണേറ്റ് ആയാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അപ്പോൾ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് വരുന്നത് വരേക്കും ബൈ.